ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം USS എക്സാം കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ സമയത്ത് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ മക്കളെ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഈ പറയുന്ന USS എക്സാമിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നൊബേൽ പ്രൈസ്. കറന്റ് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു ഭാഗമാണ് ഇത് നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ട് ഈ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിരവധിയായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗം നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ പോകാം കേട്ടോ. അതിനകത്ത് മക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഹു ഗോട്ട് നൊബേൽ പ്രൈസ് ഇൻ പീസ് 2023? മക്കളെ ശ്രദ്ധിക്കാം, 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ എ നിങ്ങൾ നോക്കിയാൽ മതി. നർഗീസ് മുഹമ്മദിയാണോ, മലാല യൂസഫ്സായി ആണോ, കൈലാസ് സത്യാർത്ഥിയാണോ, ബറാക് ഒബാമയാണോ? മക്കളെ അതിൽ അറിയാം, ഉത്തരം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞ നർഗീസ് മുഹമ്മദിയാണ് കേട്ടോ. നർഗീസ് മുഹമ്മദിയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നർഗീസ് മുഹമ്മദി അവരൊരു ഇറാനിയൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന നർഗീസ് മുഹമ്മദി കേട്ടോ. ഇവർക്കാണ് 2023 നൊബേൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്, സമാധാനത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നിങ്ങൾ നോക്കാം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മക്കളെ ശ്രദ്ധിക്കുക, 6 പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ഡി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. മക്കളെ ഇതിനകത്ത് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, ഈ പറയുന്ന സ്വത്ത് സമ്പാദനം, റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്തല്ല, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശമല്ല. അത് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്തത്, ഗാന്ധിജി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് USS എക്സാമിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഗാന്ധിജി. ഗാന്ധിജിയുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇതുവരെയുള്ള USS എക്സാമിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഓപ്ഷൻ എ ചമ്പാരനാണോ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനമാണോ, സിവിൽ ടു സിവിലിയൻ മൂവ്മെന്റ് നിയമലംഘന പ്രസ്ഥാനമാണോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണോ? അതിൽ എല്ലാവർക്കും അറിയാം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചമ്പാരൻ തന്നെയാണ്. ചമ്പാരനാണ് അതിന്റെ റൈറ്റ് ആൻസർ അല്ലെ, എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന 1917 നിങ്ങൾ നോക്കിയോളൂ, 1917 ഇതുപോലെ തന്നെ ബീഹാറിൽ നടത്തിയിട്ടുള്ളതാണ് ഇത് ചമ്പാരൻ കേട്ടോ. അപ്പൊ അതാണ് എല്ലാവരും ഓർത്ത് വെച്ചോളാം, ബീഹാറിലാണ് എന്ത് ചെയ്യുന്നത്, അത് നടത്തിയത്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഗാന്ധിജിയുടെ ആദ്യകാലത്തുണ്ടായ സമരങ്ങളൊന്ന് ജസ്റ്റ് നോക്കി പോകണം. 1917 ചമ്പാരനാണ് നടത്തിയെങ്കിൽ 1918 1918 രണ്ടെണ്ണം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഗേദ സത്യാഗ്രഹവും ഗാന്ധിജി നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും തന്റെ സ്വന്തം നാടായ എവിടെയാണ് നടത്തിയത്, ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി നടത്തിയത് കേട്ടോ. അത് ഓർത്ത് വെച്ചോളും. അപ്പൊ അത് ഓർത്ത് വെച്ചോളണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ? മക്കൾ ശ്രദ്ധിക്കുക, ഇന്ത്യക്കകത്ത് ഗാന്ധിജി നടത്തിയ ആദ്യ സമരമാണ് നേരത്തെ ചോദിച്ചെങ്കിൽ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ദേശീയ സമരം ഏതാണ്? ദേശീയ സമരമാണ് കേട്ടോ, ആദ്യത്തെ ദേശീയ സമരമാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഓപ്ഷൻ എ ഇതുപോലെ ചമ്പാരനാണോ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണോ, സിവിൽ ടു സിവിലിയൻ മൂവ്മെന്റ് ആണോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണോ? അതിനകത്ത് എല്ലാവർക്കും അറിയാം, ഉത്തരം എന്ന് പറഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സ്, പ്രധാനമായിട്ടും ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ദേശീയ സമരങ്ങൾ അല്ലെ, ഈ പറഞ്ഞ നാഷണൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ദേശീയ സമരങ്ങൾ 3 എണ്ണമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമ ലംഘന പ്രസ്ഥാനം. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമ ലംഘന പ്രസ്ഥാനമാണ് ഇത് 2. പിന്നെ മൂന്നാമത്തത് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇത് 3 കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, വർഷം ശ്രദ്ധിച്ചോളൂ. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1930 1930 സിവിൽ ഡിസൊബീഡിയൻ, 1942 ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മക്കളെ ഉറപ്പിച്ചോളൂ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. കാരണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഗാന്ധിജി കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ ഈ പറയുന്ന മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം. മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് USS അതിനകത്ത് കാണും കേട്ടോ, ഉറപ്പിച്ചോളൂ. മാപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, നോക്കി മക്കളെ, ഈ ധരാതലി ഭൂപടത്തിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മൾ പാർപ്പിടങ്ങളെ കാണിക്കാൻ വേണ്ടി ഏത് കളറാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് എന്നുള്ളത് കേട്ടോ. സോ ദ കളർ യൂസ്ഡ് ടു ഷോ ദ സിംബൽ ദാറ്റ് റെപ്രസെന്റ് സെറ്റിൽമെന്റ്സ് ഇൻ എ ടോപ്പോഗ്രാഫിക് മാപ്പ്. അതായത് സെറ്റിൽമെന്റ്സ് ആണ് അല്ലെങ്കിൽ പാർപ്പിടങ്ങളാണ്. പാർപ്പിടത്തിന് ഒരു മാപ്പിൽ കാണിക്കാൻ ഏത് കളറാണ് കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ നോക്ക്,
ഓരോ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനും ഓരോ ഭൂസവിശേഷതകൾക്കും ഓരോ നിറങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് നിറമാണ് കൊടുക്കുക? ഓപ്ഷൻ എ ബ്ലാക്ക് ആണോ, റെഡ് ആണോ, ബ്രൗൺ ആണോ, ബ്ലൂ ആണോ അല്ലെ? നിങ്ങൾ നോക്ക്, ഈ പറയുന്ന കറുപ്പ് നിറമുണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ബ്രൗൺ അല്ലെങ്കിൽ തവിട്ടുണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പാർപ്പിടങ്ങൾക്ക് കൊടുക്കുന്ന നിറം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? റെഡ് ആണ് കേട്ടോ. റെഡ് അല്ലെങ്കിൽ ചുവപ്പ് നിറമാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇങ്ങനെ ഒരു ചിത്രം, അതിന്റെ ഒരു ചുവപ്പ് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു വീട് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് ചിലപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾസെ അടുത്ത് നോക്കാം. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കിയോ കേട്ടോ. പ്രധാനമായിട്ടും നാച്ചുറൽ വെജിറ്റേഷൻ, അതിന് പച്ച തന്നെയാണ് കൊടുക്കുക കേട്ടോ. അതാ നിങ്ങൾ നോക്കിയോളൂ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഓരോന്ന് എക്സാമ്പിൾ കാണാം കേട്ടോ. മഞ്ഞ കൊടുക്കുന്നത് ഇതെല്ലാവരോടും മാറിപ്പോകുന്നതാണ്. മഞ്ഞ നിറം കൊടുക്കുന്നതാണ് ഇത് ഈ കൃഷിയിടങ്ങൾ എല്ലാവരോടും മാറിപ്പോകുന്നതാണ്. ഇത് നിർബന്ധമായി പഠിച്ചു പോകണം കേട്ടോ. കൃഷിയിടങ്ങൾക്ക് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്, എല്ലാവരും പച്ചയാണ് പോയത്, അതല്ല. അതുപോലെ തന്നെ റോഡിന് കൊടുക്കുന്ന നിറം എന്താണെന്ന് വെച്ചാൽ അത് കറുപ്പല്ല, അത് റെഡ് ആണ്. റോഡിന് കൊടുക്കുന്നത് എന്താണ്? റെഡ് ആണ് കേട്ടോ. അതുപോലെ വീടിനും നമ്മൾ റെഡ് ആണ് കൊടുക്കുന്നത്. ഇതെല്ലാവരോടും മാറിപ്പോകുന്നതാണ്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചോളാം. അതുപോലെ ബ്രൗൺ കളറിൽ കൊടുക്കുന്നതാണ് ഇത് ഈ റോക്കി സർഫേസും അതുപോലെ സാൻഡ് ഡ്യൂൺസും മൗണ്ടെയിൻസും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. തവിട്ട് നിറത്തിന് കൊടുക്കുന്നതാണ് ഇത് പാറക്കൂട്ടങ്ങൾക്കും മണൽക്കൂനുകൾക്കും കുന്നുകൾക്കും, അതാണ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ റോഡുകൾക്ക് കൊടുക്കുന്ന ഇതാണ് ചുവപ്പാണ് കേട്ടോ. ഈ പറഞ്ഞ ശരി ഇട്ടിട്ടുള്ള ഈ 3 എണ്ണം മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. കാരണം വെച്ചാൽ ഇത് എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള കേട്ടോ. നിങ്ങളോട് തന്നെ കൺഫ്യൂഷൻ ആകുന്ന സാധ്യതയുള്ള കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാൻ നദിക്ക് ഏത് നിറാണ് കൊടുക്കാന്ന് വെച്ചാൽ അത് നീലയാണ് അല്ലെങ്കിൽ ബ്ലൂ ആണെന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. റിവേഴ്സിന് ഇത് ബ്ലൂ ആണെന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇതൊക്കെ നിങ്ങളോട് മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് ഈ പോയിന്റുകൾ എന്ത് ചെയ്യണം? മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. പഠിച്ചു വെച്ചോളേ. ഓക്കെ, സെറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തത് വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് സ്പൈസസ്? മക്കളെ, ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് പ്രധാനപ്പെട്ട നാടിനെയാണ്? അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇന്ത്യ, ജപ്പാൻ ഉണ്ട് അല്ലേ? ഇതിനകത്ത് നിങ്ങൾക്കറിയാം സുഗന്ധവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെയാണ്, ഇന്ത്യ തന്നെയാണ് അല്ലേ? ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വന്നത് സ്പൈസസിന് വേണ്ടിയിട്ടാണ്, സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈജിപ്തിനെ വിളിക്കുന്ന പേര് പിരമിഡുകളുടെ നാട് അല്ലെങ്കിൽ ദ കൺട്രി ഓഫ് ദ കൺട്രി ഓഫ് പിരമിഡ് എന്ന് വിളിക്കുന്നത് ആരാണ്? ഇത് ഈജിപ്തിനാട്ടോ. അപ്പോൾ ഈജിപ്ത് പഠിച്ചു വെക്കണേ. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഇറ്റലിയെ വിശേഷിപ്പിക്കുന്ന ഒരു നാടുണ്ട്, ദ ക്രാഡിൽ ഓഫ് റിനൈസൻസ് എന്നാണ്. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇറ്റലിയെയാണ്. അത് ഓർത്ത് വെച്ചോളെ. അതങ്ങനെയാണെങ്കിൽ ജപ്പാനെ അറിയപ്പെടുന്ന പേര് ദ ലാൻഡ് ഓഫ് റൈസിങ്സ് ആണെന്നാണ്. ഉദയ സൂര്യന്റെ നാട് എന്ന് പറയുന്നത് ആരാണ്? ജപ്പാനാണ്. അപ്പൊ അതുമായി കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക? അതും കൂടി മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ടുഡേ? അതായത് കോൺസ്റ്റാന്റിനോപ്പിളിന് ഇന്നത്തെ പേരെന്താണ്? ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, പഴയ കാലത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. അത് മക്കളെ ഉത്തരം നിങ്ങൾക്കറിയാം. ഓപ്ഷൻ സി ആണ്, ഇസ്താംബുൾ ആണ് കേട്ടോ. ഇസ്താംബുൾ ആണ്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇസ്താംബുൾ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലുള്ള ചോദ്യമാണ്, ഹു റോട്ട് ദ ഫേമസ് നോവൽ കേരള സിംഹം? മക്കളെ ശ്രദ്ധിക്കുക. കേരള സിംഹം എന്നറിയപ്പെടുന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ MT വാസുദേവൻ നായരാണോ, വക്കം മുഹമ്മദ് ബഷീറാണോ, SK പൊറ്റക്കാടാണോ, KM പണിക്കരാണോ? നിങ്ങൾക്കറിയാം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? KM പണിക്കരാണ് കേട്ടോ. KM പണിക്കരാണ്. മാറിപ്പോയത് KM പണിക്കരാണ്. അദ്ദേഹം പഴശ്ശിരാജയെ, ശ്രദ്ധിക്കണേ, പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കേരള സിംഹം കേട്ടോ. കേരള സിംഹം പഴശ്ശിരാജ കേട്ടോ. അദ്ദേഹത്തിനെ കുറിച്ച് ഈ പറഞ്ഞ സർദാർ KM പണിക്കർ എഴുതിയ വർക്കാണ് ഇത് കേരള സിംഹം. ഓർത്ത് വെച്ചോളെ. ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നത് പഴശ്ശിരാജയാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണുന്നത് ആ ബുക്കാണ് കേട്ടോ. ആ ബുക്കിന്റെ ഒരു ഫ്രണ്ട് പേജുമാണ് കാണുന്നത്. അപ്പൊ മക്കളെ, ഇത്രയുമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ സയൻസിനകത്ത് എനിക്ക് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ മക്കളോട് പറയാനുള്ളത്, ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ പഠിക്കുക. ഇത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവിൽ വരണം. നിങ്ങളെ കാണാൻ ഒരാൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. മക്കളെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. ബാക്കിയുള്ള 105 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് വരുന്നുണ്ട്. മക്കൾ മറക്കണ്ട, അങ്ങോട്ട് പോര്. സെറ്റാക്കി ആകുമ്പോൾ മാറണം, അടിപൊളിയാക്കി മാറണം. ഈ വീഡിയോന്റെ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് വന്നതാണ്. സോ നിങ്ങൾ എന്തായാലും വരണം. കാരണം ഈ വീഡിയോ കാണുന്നവർ അറിയാം നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും വരിക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരാം. നമുക്ക് അടിപൊളിയാക്കണം, ഷെയർ ആക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യുമെന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. സോ 7 മണിക്കാട് വെച്ച് കാണാം. അങ്ങനെ മക്കളെ, ഒരൊറ്റ ചോദ്യം ലാസ്റ്റ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ കമന്റ് ചെയ്തോ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ അവസാനത്തെ ദേശീയ സമരം ഏതാണ്? ലാസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഏതാണ്? അറിയുന്ന ആൾക്കാരായി കമന്റ് ചെയ്യട്ടോ. കിറ്റ് ഇന്ത്യ ആണോ? ചെറിയ ഡൗട്ട് ഉണ്ട്, വേണമെങ്കിൽ കമന്റ്. കമന്റ്. ഓക്കെ, സോ 7 മണിക്കാണ് കേട്ടോ അവിടെ വെച്ച്.